ഈശ്വർ മാൽപ്പയും നേവി ഉദ്യോഗസ്ഥരും ഒരേ സ്ഥലത്ത് മുങ്ങിത്തപ്പി അവിടെ പരിശോധന തുടരുകയാണ്. ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പുരോഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ആ നിലയിലാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. പക്ഷേ പുതുതായി ലോറിയുടെ ഭാഗങ്ങളും മറ്റും കണ്ടെത്തിയതായി വിവരമില്ല. നേരത്തെ ലോകഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഈ ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഒരു ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത് എന്ന കാര്യത്തിലൊക്കെ ഉൾപ്പെടെ വ്യക്തത അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. MLA അവർക്കൊപ്പം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുങ്ങിത്തപ്പി 10-15 മിനിറ്റ് വെള്ളത്തിനടിയിൽ പോയുള്ള പരിശോധനയാണ്. ആ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ ലോറി ഉണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാരംഗും ഫെലിക്സും തത്സമയ വിവരങ്ങൾ നൽകുന്നുണ്ട്. സാരംഗ്, ഒരു ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. വെള്ളത്തിൽ മുങ്ങിത്തപ്പിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണിപ്പോൾ? സാരംഗ്, മിനിറ്റോളം പുഴയിൽ മുങ്ങിക്കിടന്നാണ് ഇപ്പോൾ നാവികസേനാംഗങ്ങളൊക്കെ തന്നെ പരിശോധനയിൽ പ്രാപ്തരാകുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. ഏറ്റവും അറ്റത്തുള്ള ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ 4ാമത്തെ സെക്ടറിന് തൊട്ടപ്പുറത്ത് നേരത്തെ നമ്മൾ MLA അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ പോയി അവിടുത്തെ നിലവിലുള്ള ആ ഒരു പ്രദേശത്തെ അവസ്ഥ, ആ ടെറൈനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാവികസേനാംഗങ്ങൾ ആ ഒരു ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായും അത് ഇപ്പോൾ ലക്ഷ്മണയുടെയൊക്കെ ഹോട്ടൽ നിന്നിരുന്ന പ്രദേശത്തിന് പിറകിലോട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ആൽമരം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശത്തിന് തൊട്ട് പിറകിലായിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ കടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതുപോലെ തന്നെ ലോകേഷും ജഗന്നാഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭൗതികാവശിഷ്ടങ്ങളോ മറ്റോ എന്തെങ്കിലും കണ്ടെടുക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സെക്ടർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ തിരച്ചിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അവിടെ ഇത്രയും നേരം മറ്റ് പലയിടങ്ങളിലായി മണൽക്കൂനകളിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു വൈഡായ രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്ന നേവി സംഘം ഇപ്പോൾ നമുക്ക് കാണാൻ 2 ഡഗ്ഗി ബോട്ടുകളും അവിടെ കേന്ദ്രീകരിക്കുകയാണ്. മറ്റ് ഈശ്വർ മാൽപ്പേ സംഘമൊക്കെ തന്നെ നേരത്തെ ഇത്തരത്തിൽ നമ്മൾക്ക് നേരത്തെ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയിരുന്ന പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ പരിശോധന നേവിയുടെ ഭാഗത്ത് നടക്കുന്നത്. നേരത്തെ നമുക്ക് ഇന്ധനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്തും അതുപോലെ ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത പ്രദേശത്താണ് ഈശ്വർ മാൽപ്പയും NDRF സംഘവും പരിശോധന നടത്തുന്നത്. SDRF സംഘം കരയിൽ തന്നെയുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിലൊക്കെ തന്നെയായിട്ട് ബന്ധുക്കളൊക്കെ തന്നെ, അർജുൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ കരയിൽ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. കാരണം അവർക്ക് ഇന്നലെ ചെറിയ സൂചനകൾ കിട്ടുന്ന കുഞ്ഞു സൂചനകൾ പോലും അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസത്തിനുള്ള ഒരു വക നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം എന്നുള്ള രീതിയിൽ പലപ്പോഴും പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു മുന്നൊരുക്കങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏകോപനം രക്ഷാപ്രവർത്തകർ തമ്മിലുള്ള വിവിധ സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പേ സംഘാംഗങ്ങളും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കൊണ്ട് അതിനെയെല്ലാം ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം. രതീഷ്, സാരംഗാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ഫെലിക്സ് കൂടിയുണ്ട്. ഫെലിക്സ് ഇന്ന് വലിയൊരു പ്രതീക്ഷയുടെ ദിവസമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. രക്ഷാദൗത്യം ഇടയ്ക്ക് വലിയ തോതിൽ നിന്നുപോയതിന് ശേഷം ഇപ്പോൾ ജീവൻ വച്ചിരിക്കുന്നു. ഇന്നലെ തുടങ്ങിയ തിരച്ചിലാണ്. ഇന്ന് കൂടുതൽ നേവി ഉദ്യോഗസ്ഥരുൾപ്പെടെ തിരച്ചിലിൻ്റെ ഭാഗമായതോടുകൂടി ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ വാഹന ഭാഗങ്ങളും അർജുനെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങളും ലഭ്യമാകും എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. ഇന്നത്തെ തിരച്ചിൽ എത്ര സമയം വരെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് തന്നെ ഒരു ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അർജുനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? രതീഷ്, ഇന്നത്തെ തിരച്ചിലിൽ കുറച്ചുകൂടി കൃത്യത ഉണ്ടെന്ന് പറയാം. കാരണം നേരത്തെയൊക്കെ പലയിടങ്ങളിലാണ് തിരച്ചിൽ നടത്തിയതെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു തെരച്ചിൽ നടത്തുന്നതാണ്. നമുക്കറിയാം, 2 ഡങ്കി ബോട്ടുകളിലായി ഈ നേവിയുടെ സംഘവും ഒപ്പം തന്നെ മറ്റൊരു ഡങ്കി ബോട്ടിൽ മറ്റൊരു അതായത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും നിൽക്കുന്നത് കാണാം. ആ പരിസരത്താണ് ഇന്നലെ ഈ പറയുന്ന ലോറിയുടെ അല്ലെങ്കിൽ ട്രക്കിൻ്റെ ജാക്കി കിട്ടിയ സ്ഥലമാണ്. ആ സ്ഥലത്തിന് സമീപത്തായാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. രാവിലത്തെ നടത്തിയ പരിശോധന, പ്രത്യേകിച്ചും ഈ വെള്ളത്തിൽ ഇന്ധനത്തിൻ്റെ അംശം കണ്ട സ്ഥലത്താണ് കൂടുതൽ പരിശോധന നടത്തിയത് എങ്കിൽ അവിടെയും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ മാത്രമല്ല,
മുങ്ങിത്തപ്പിയുള്ള പരിശോധന തുടരുകയാണ്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഫെലിക്സ്, തുടരാം. ഏതായാലും ഇവിടെ ഇപ്പോൾ മാൽപ്പയുടെ സംഘത്തിലെ ഒരാൾ ഈ ഭാഗത്തായി തെരച്ചിൽ നടത്തുന്നു. മറ്റു വശത്തായാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും തെരച്ചിൽ നടത്തുന്നു. അവിടെയും മാൽപ്പയുടെ സംഘത്തിന്റെ ഒരു അംഗം അവിടെയും മുങ്ങൽ വിദഗ്ധർ അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതെന്നാണ്. അതായത് കരയിൽ നിന്ന് അധികം വിട്ടുമാറിയിട്ടല്ല. ഈ കരയിൽ നിന്നും ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് തീരത്തോടും ഒപ്പം തീരത്തിന് ഏതാണ്ട് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 30 മീറ്റർ മാക്സിമം 30 മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ തീ പരിശോധന നടത്തുന്നതെന്നാണ്. അവിടുന്ന് എന്തെങ്കിലും സൂചന പ്രത്യേകിച്ചും അനുകൂലമായി എന്തെങ്കിലും കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രതീക്ഷ. അതുകൊണ്ട് ഏറെ നേരമായി പരിശോധന തുടരുകയാണ്. അതായത് ഒരു നിശ്ചിത സമയമല്ല, ഏറെ നേരമായി ഇവർ ഈ പറയുന്ന ഈശ്വർ മാൽപ്പയുടെ ആളുകളും ഒപ്പം തന്നെ നേവിയുടെ ആളുകളും മുങ്ങൽ വിദഗ്ധരും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി തെരച്ചിലിൻ്റെ ഭാഗമായി പുഴയുടെ നദിയുടെ അടിയിലേക്ക് പോയി കുറേ അധികം നേരത്തിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷേ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു വിവരം ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ തിരച്ചിൽ വളരെ ശക്തിയായി തുടരുന്നു. തിരച്ചിലിന് അനുകൂലമായൊരു സാഹചര്യം, മഴയില്ല, മഴ മാറി നിൽക്കുന്നു, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന കാഴ്ച, അടിത്തട്ടിലുള്ള കാഴ്ച വളരെ വിസിബിലിറ്റി വളരെ കൂടുതലാണെന്നാണ് ഏറ്റവും അനുകൂലമായ ഇന്നത്തെ സാഹചര്യം. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് വൈകുന്നേരം 5:30 അവസാനിപ്പിക്കും. കാരണം വേലിയേറ്റം അടക്കമുള്ളത് കൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നതാണ് MLA കാർവാർ MLA കൃഷ്ണ സെയിൽ വ്യക്തമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിന് മുമ്പ് ഏതാണ്ട് 5:30 മുൻപ് തന്നെ തെരച്ചിൽ പൂർണ്ണമായും പൂർത്തിയാക്കും എന്നതാണ് അവർ പറയുന്നത്. അതിനു മുമ്പൊരു പ്രതീക്ഷിക്കുന്നൊരു വാർത്ത ഉണ്ടാകും, ഒരു നല്ല വാർത്ത ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഒരു കൃത്യതയോടുകൂടി തന്നെ, ഒരു വ്യക്തതയോടുകൂടി തന്നെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ഈ തെരച്ചിൽ കേന്ദ്രീകരിച്ച് അവിടെ കൂടുതൽ സമയം തെരച്ചിൽ നടത്തിയാണ്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ ഈ ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുങ്ങിയുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. കൂടുതൽ ഏകോപിതമായൊരു തിരച്ചിൽ ഇന്നുണ്ടാകുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. 1 മാസത്തിലേക്ക് എത്തുകയാണ് ഷിരൂരിൽ മലയിടിഞ്ഞ് വലിയ ദുരന്തം ഉണ്ടായിട്ട് കാണാതായ അർജുന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ പരകുറി നടന്നുവെങ്കിലും അതൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സാഹചര്യം അനുകൂല കാലാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഒപ്പം നേവിയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായ തിരച്ചിൽ നടത്തുന്നു. ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധന അവിടെ നടക്കുന്നു എന്നാണ് ഫെലിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്.